ഇപ്രാവശ്യം നാട്ടിൽ വന്നിട്ട് വലിയ കാര്യമായിട്ടൊന്നും ടൂറൊന്നും ഞങ്ങൾ പോയില്ല. സാധാരണ എവിടെയെങ്കിലുമൊക്കെ ടൂർ പോകാറുണ്ട്. ഇപ്രാവശ്യം കുറച്ച് തിരക്കായിപ്പോയി. അപ്പോൾ ഇന്ന് ഞങ്ങൾ ആലപ്പുഴ വരെ പോവാണ്. ഒരാവശ്യം കൂടിയുണ്ട്. പിന്നെ അവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ടും വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേച്ചിയും കൂടെ കൂട്ടിയിട്ടുണ്ട് ഇപ്രാവശ്യം പോകാനായിട്ട്. ഞങ്ങളുടെ ആവശ്യമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ നേരെ പോയത് അർത്തിങ്കൽ ബസലിക്കയിലേക്കാണ്. ആർത്തിങ്കൽ പള്ളിയിൽ ചെന്നിട്ട് ഈശോയെ കണ്ടിട്ടിന്നോ ഷാന. ഈ പാട്ടിൽ പറഞ്ഞിരിക്കുന്ന അതേ ആർത്തിങ്കൽ പള്ളിയാണിത്. ഇത് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു പള്ളിയിലേക്ക് വരുന്നത്. ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു പള്ളിയാണ്. ഞങ്ങൾ ചെന്നപ്പം പള്ളിയിൽ ആരാധന നടക്കുമായിരുന്നു. ഒരു 5 മിനിറ്റ് ആരാധനയൊക്കെ കൂടി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി സെബസ്ത്യാനോസിൻ്റെ ആ ഒരു രൂപം വെച്ചിരിക്കുന്ന അവിടെ വന്ന് പ്രാർത്ഥിച്ച് പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് നേരെ ഞങ്ങൾ പോയത് കോക്കമംഗലം എന്ന സ്ഥലത്തേക്കാണ്. ഇതൊരു ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ തന്നെയുള്ള ഒരു സ്ഥലമാണ്. തോമാസ് ലീഗ സ്ഥാപിച്ച 7 പള്ളികളിൽ ഒരു പള്ളിയായിട്ടുള്ള പള്ളി ഈ ഒരു കോക്കമംഗലത്താണ് സ്ഥിതി ചെയ്യുന്നത്. വലിയ ആളും ആരവും ഒന്നും ഇല്ലാത്ത ഒരു മനോഹരമായിട്ടുള്ള ഒരു പള്ളിയാണ് ഇത്. എനിക്ക് തോന്നുന്നു അധികം ആൾക്കാരൊന്നും വരുന്ന ഒരു പള്ളിയല്ല ഇത്. ഇത് തോമാസ് ലീഗയുടെ ചെറിയൊരു എല്ലിൻ്റെ കഷ്ണം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം ഞങ്ങൾ പള്ളിയൊക്കെ കണ്ട് ഇറങ്ങി തിരിച്ച് ഞങ്ങളുടെ നാട്ടിലേക്കുള്ള യാത്രയിലാണ്. ഇപ്പോൾ പോകുന്ന വഴിക്ക് അറിയാമല്ലോ, ആലപ്പുഴ വഴി എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള വഴിയാണ്. ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ വണ്ടിയൊന്ന് നിർത്തി കായലൊക്കെ കണ്ടപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ പോയത് സീ കാണാനായിട്ടാണ്. പോകുന്ന വഴിക്കാണ് ഇതെല്ലാം. ഒത്തിരി ബീച്ചുകളുണ്ട്, ചെറിയ ചെറിയ അധികം വൃത്തിയൊന്നും ഇല്ലാത്ത ബീച്ചുകളാണ്. ഞങ്ങൾ ഐസ്ക്രീം കഴിക്കുന്നത് കണ്ടിട്ട് കുറേ കാക്കകൾ വന്നു. പിന്നെ കാക്കയ്ക്കും കുറച്ച് ഇട്ട് കൊടുത്തു. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ചേച്ചിക്ക് കുറച്ച് താറാവിനെ വാങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സൈഡിൽ ഇങ്ങനെ ഒതുക്കി നിർത്തിയിരിക്കുകയാണ് താറാവിനെ വാങ്ങാനായിട്ട്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് താറാമുട്ട, താറാവ് അങ്ങനെ കുറേ ഉണ്ടല്ലോ ആലപ്പുഴ തിരുവല്ല റൂട്ടിൽ. അപ്പോൾ ചേച്ചി ഒരു 4 താറാവിനെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചേച്ചി പറയുന്നത് ഇത് മുട്ടയിടുമെന്നാണ്, അറിയില്ല. എന്തായാലും ആൾ വാങ്ങിച്ചിട്ടുണ്ട്. ആളിന് താറാവേ, കോഴി ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു ഇത് ഡിക്കി കിടന്ന് ബഹളം വെക്കോ ഇല്ലയോ എന്നുള്ളത്. എന്നാലും ചെറിയ രീതിയിലുള്ള ബഹളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഞങ്ങളുടെ വീട്ടിൽ അതിനെ എത്തിച്ചിട്ടുണ്ട്. പിന്നെ പോകുന്ന വഴിക്ക് ചോറ് കഴിക്കാനായിട്ട് കയറി. 4:30 ആയിട്ടുണ്ടായിരുന്നു. ചേച്ചിയും ഷീജാനും മമ്മിയൊക്കെ ഊണാണ് പറഞ്ഞത്. ഞാനും മോനും ബിരിയാണിയാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലെത്തിയപ്പോൾ തന്നെ സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു. ഇനി ചേച്ചിക്ക് സ്കൂട്ടർ ഇവിടെ വെച്ചിട്ടാണ് പോയത്. ഇനി ഈ സ്കൂട്ടറിൽ ഇതിനെ ചേച്ചിയുടെ വീട്ടിലെത്തിക്കണം. അടുത്ത് തന്നെയാണ് വീട്. അപ്പോൾ അതാണ്, ഒന്നും പറ്റിയിട്ടില്ല താറാവിന്. മമ്മി ഒരു ചാക്കൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ഒരു താറാവിനെ ആക്കിയിട്ട് സ്കൂട്ടറിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് കൊണ്ടുപോകാമെന്നാണ് ചേച്ചി പറയുന്നത്.